വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് മീൻമുട്ടി വാട്ടർഫോൾ, അതായത് പൊന്മുടി വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയിപ്പോയി, എന്തായാലും സോറി. ഫുൾ ഇരുന്ന് കാണാൻ നോക്കുക. നമ്മുടെ മീൻമുട്ടി വാട്ടർഫോളിലെ എല്ലാ വിശേഷവും ഈ ഒരു വ്ളോഗിലുണ്ട്. പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ നിന്ന് ഒരു 30 മിനിറ്റ് ട്രാവൽ ചെയ്താൽ നമുക്ക് മീൻമുട്ടി വാട്ടർഫോളിൽ എത്താൻ പറ്റും. ഇവിടെ കൗണ്ടറിൽ നമ്മൾ വന്നിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇവിടെ കാറും ജീപ്പും ആണെങ്കിൽ 40, 2 വീലർ ആണെങ്കിൽ 20, പിന്നെ കുട്ടികൾക്കും 20, പക്ഷെ മുതിർന്നവർക്ക് 40. അങ്ങനെയൊക്കെ കേട്ടോ വരുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ടിക്കറ്റ് എടുത്താൽ മാത്രം പോരാ, എൻട്രി ഫോം കൂടി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഫില്ല് ചെയ്ത ഉടനെ നമുക്ക് പ്രവേശിക്കാം. ഉള്ളിലേക്ക് പോകും തോറും നല്ല സ്മൂത്തായിട്ടുള്ളൊരു വഴി നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ പോകുന്ന വണ്ടിയുടെ പുക കണ്ടിട്ടേ ഇറങ്ങത്തുള്ളൂ. സോ ഇങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ കുഴപ്പമില്ലെന്ന് വിചാരിക്കുക. അങ്ങോട്ടും അങ്ങോട്ടും ഇതിലും കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോഴത്തേനും നമുക്കിവിടെ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. അത് ഔഷധ സസ്യ പ്രദർശനോദ്യാനമാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ പാർക്കിങ്ങിലെത്തും. അവിടുന്ന് പിന്നെയും 1 കിലോമീറ്റർ പോയാൽ വാട്ടർഫോൾ എത്തും. അങ്ങോട്ട് നടന്നു പോകാനേ പറ്റുള്ളൂ. പിന്നീട് ഇങ്ങോട്ട് വളരെ ഇടുങ്ങിയൊരു വഴിയാണ്. ഇതുവഴി കഷ്ടിച്ച് പോകാനുള്ളതേ പറ്റുള്ളൂ. കഷ്ടപ്പെടേണ്ടി വരും അത്യാവശ്യം. എന്തായാലും നമുക്ക് കഷ്ടപ്പാടിനൊടുവിൽ നല്ലൊരു വ്യൂ കാണാമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിലൂടെ നമുക്ക് വെള്ളം ഒഴുകണ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു വ്യൂ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ വരുമ്പോൾ തോനെ ഗൈഡൊക്കെ ഉണ്ട്. കാരണം ഇവിടെ 13 ജീവനാണ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സുരക്ഷ ഒരു ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വെള്ളം ഒഴുകുന്ന വോയിസ് ഒക്കെ കേൾക്കാൻ പറ്റും. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ പോയപ്പോൾ ഉള്ളത്. ഇവിടെ വന്നിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒരുപോലെ വൈബ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ നമ്മൾ അമ്മമ്മ ഇരുത്തിട്ട് പോയിട്ട് ആൾക്ക് കാലൊക്കെ പെയിൻ എടുക്കാൻ തുടങ്ങി. കുറേ നടന്നിട്ട് നമുക്ക് വാട്ടർഫോൾ പോയിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോകുന്നത് വാട്ടർഫോളിലേക്കാണ്. 1 കിലോമീറ്റർ ഉള്ളു വാട്ടർഫോളിലേക്ക് എന്ന് പറഞ്ഞിട്ട് കാടിൻ്റെ ഇടകളിലൂടെ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ കയ്യിൽ കരുതണം, എന്തെങ്കിലും സ്നാക്സൊക്കെ. പിന്നെ നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തുക. ഇവിടെ ഗൈഡ് പറയുന്നത് മാക്സിമം നിങ്ങൾ കേൾക്കാൻ നോക്കുക. ഇവിടെ അഗാധമായ ഗർത്തങ്ങളും പിന്നെന്താ വഴക്കൻ പാറകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു കല്ലാർ നദിയിലെ ദുരന്തങ്ങൾ കൂട്ടാൻ ഒത്തിരി ചാൻസസ് ഉണ്ട്. മാത്രമല്ല ഇത് ഡേഞ്ചർ സോൺ കൂടിയാണ്. ഇപ്പോൾ നമ്മൾ മാക്സിമം കെയർ ചെയ്യുക. പിന്നെ വേഗം പോയിട്ട് വേഗം വരാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആലോചിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ആരായാലും ഇത്രയും നടക്കുമ്പോൾ തളർന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ഉള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നടക്കണ വഴി നിരപ്പായിട്ടുള്ള സ്ഥലമായിരുന്നെങ്കിൽ നമുക്ക് അത്ര ക്ഷീണം ഫീൽ ചെയ്യില്ല. അതേസമയം ഇത്ര പാറക്കല്ലും മരത്തിൻ്റെ വേരുകളൊക്കെ വന്നിട്ടുള്ള വഴി ആയതുകൊണ്ട് തന്നെ കുറേയൊക്കെ നടക്കുമ്പോൾ നമുക്ക് നല്ല ക്ഷീണം വരും. നമുക്ക് ക്ഷീണമായിരുന്നു കേട്ടോ. കുറേ നടന്നപ്പോൾ നമ്മളൊരു ലെവലായെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഒരു അഡ്വഞ്ചർ ഫീലായിരുന്നു. ശരിക്കും നല്ല വൈബിങ് തന്നെ ആയിരുന്നു. ആ വാട്ടർഫോൾ എത്തുന്നിടം വരെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴാണ് ഇത്രയും വലിയ പാറക്കല്ലിൻ്റെ ഒരു തണലും ആ ഒരു വ്യൂ എല്ലാം കിട്ടിയത്. ഇത് ശരിക്കും എനിക്കിഷ്ടമായി. അടിപൊളിയായിരുന്നു ഇതുവഴി നടന്നു പോകുന്നത്. വീഡിയോയിൽ വളരെ കുറച്ച് പോർഷൻസ് കാണിച്ചുകൊണ്ട് പെട്ടെന്ന് എത്തിയതുപോലെ തോന്നും. അങ്ങനെയല്ല, ഒത്തിരി ദൂരമൊക്കെ ഉണ്ട്. എപ്പോഴും ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല. ഇത് താഴെ നോക്കണം, നമ്മൾ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടായിരുന്നു. കുറേ ഇടത്തൊക്കെ സ്ലിപ്പായി. അങ്ങനെ ഒടുവിൽ നമ്മൾ ഇതുവഴി പോയി കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ വാട്ടർഫോൾ എത്തും. പക്ഷേ എനിക്ക് വാട്ടർഫോളിനെ കാട്ടി ഇഷ്ടപ്പെട്ടത് ഇവിടെ നിൽക്കാനായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു വെള്ളത്തിലിറങ്ങിയ ശേഷം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. സ്ലിപ്പാവുന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ കയറ് കെട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൽ പിടിച്ചിട്ട് മെല്ലെ നമുക്ക് നടന്നു പോകാൻ പറ്റും. കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ച് നടന്നാൽ തന്നെ നമുക്ക് അപ്പുറത്തെത്താൻ പറ്റും. അപ്പുറത്തെത്തിയിട്ട് നമുക്ക് നടക്കണം.
പക്ഷേ ഈ ഒരു വെള്ളത്തിൻ്റെ തണുപ്പ് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പുറം ചാടി ഇവിടെ വാട്ടർഫോൾ അടുത്തെത്താറായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ ചെറിയൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. നമുക്ക് കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും. അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ വാട്ടർഫോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കയറ് കെട്ടിയിരിക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല വെള്ളത്തിലേക്ക്. ഇവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാന്നല്ലാതെ മറ്റൊന്നും പറ്റില്ല. ഇവിടെ കുറേ പേര് മരിച്ചതിനാലാണ് അങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. കാണാൻ പറ്റും. അധികം വെള്ളം നമ്മൾ പോയ ടൈമിലില്ലായിരുന്നു കേട്ടോ. വാട്ടർഫോളിൻ്റെ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിൽ വന്നിരുന്നു. ഇവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ വന്നിട്ട് പിന്നെ എനിക്ക് തിരിച്ചു പോകാനേ തോന്നിയില്ല. നല്ലൊരു സമാധാനമാണ് എനിക്കിവിടെ ഫീൽ ചെയ്ത്. നമ്മളെന്തായാലും ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാ. ഇവിടെ എന്തായാലും ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വേഗം പോയി കാണാം. അമ്മാമ്മ താഴെ ഇരിക്കണം. നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണം. അങ്ങനെ അവിടെ എത്താം കേട്ടോ. അങ്ങനെ നമ്മൾ താഴെ വന്നു. അമ്മാമ്മയെ പിക്ക് ചെയ്തു. നമ്മളിനി നേരെ പാർക്കിങ്ങിലാണ് പോകുന്നത്. പാർക്കിംഗ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ അത് കാണിക്കാട്ടോ. നമുക്ക് താഴെ പോയിട്ട് കാണിച്ചു തരാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കുരങ്ങനൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ ഇരിക്കണം കണ്ടില്ലേ. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണിത്. ആളെ ഞാൻ കൂടെ പറ്റിയിട്ട് ഓടിക്കുകയാണ്. ഓമ്പേ അടിച്ച് ഓടിട്ടാ അവിടെ ചെന്നിരിക്കുകയാണ്. കൂടെ ചെന്നപ്പോഴത്തേനും അത് നോക്കണണ്ടില്ലേ. നല്ല സ്ഥലം. ഇവിടെ ഇപ്പം നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേനും ഇവിടെ ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ വന്ന് നിറഞ്ഞു. ആകെ ബഹളവും ഒക്കെ ആയി. നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും വരും. മാക്സിമം നിങ്ങളും വരിക, ചില്ല് ചെയ്യുക. അങ്ങനെ മീൻമുട്ടിയിൽ നിന്ന് ഒരു 8 മിനിറ്റ് ട്രാവൽ ചെയ്താൽ പെബിൾസ് റെസ്റ്റോറൻറ്റിലെത്തും. നമ്മൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഫുഡ് കഴിക്കാം. നമ്മൾ ചെന്ന ടൈമിൽ ആരും ഇല്ലായിരുന്നു. നമ്മളെ ഉള്ളായിരുന്നു. നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം വിശപ്പടക്കുന്ന രീതിയിലുള്ള ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ടേസ്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേഗം ഇറങ്ങി നേരെ വീട്ടിലേക്കാണ്. വൈകിട്ടുള്ള ടൈമായി. അതിനു മുന്നേ നമ്മുടെ ഇനി വരാൻ പോകുന്ന വ്ളോഗ് എന്ന് വെച്ചാൽ വാഗമൺ ട്രിപ്പാട്ടോ. ഞാൻ വാഗമൺ പോയ ട്രിപ്പ് എന്തായാലും വേഗം അപ്ലോഡ് ചെയ്യാൻ നോക്കാം. പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതൊരു ട്രാവലിംഗ് യൂട്യൂബ് ചാനൽ അല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ട്രാവലിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് വരുന്നതേ ഉള്ളൂ. എല്ലാ കണ്ടന്റും ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നതിന് വരെ ബൈ ആൻഡ് താങ്ക് യു.